നമസ്കാരം. സ്ത്രീപക്ഷത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സിനിമാ നടി തന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയുമായി ഒരു ദിവസം രാവിലത്തെ പത്രത്തിൽ നമ്മൾ അറിയുന്ന വാർത്ത അതാണ്. നമ്മളെല്ലാവരും അറിയുന്ന കാര്യങ്ങളാണത്. അതിനുശേഷം നടി പരസ്യമായി അത് പുറത്തു പറയാൻ തയ്യാറായി രംഗത്ത് വന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് അവിടെ കൊണ്ട് നിർത്താതെ മുഖ്യമന്ത്രി, ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുക്കുകയും ആ പരാതിയുടെ ഭാഗമായി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ വിശദമായ അന്വേഷണത്തിനു വേണ്ടി സർക്കാർ നിയോഗിക്കുകയും ചെയ്തു. നമുക്കറിയാം, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കുറച്ചു നാളത്തേക്ക് നമുക്ക് ലഭിക്കാതെ ഇരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതിൽ നിന്നുണ്ടായ പൊട്ടിത്തെറികൾ എന്തൊക്കെയാണെന്നും നമുക്കറിയാം. നമ്മുടെ ചർച്ചാ വിഷയം അതല്ല. പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്ന നമ്മുടെ അതിഥികൾ: പ്രശസ്ത മനഃശാസ്ത്ര വിദഗ്ധ, എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽസി ഉമ്മൻ, നടിയെ ആക്രമിച്ച കേസിൽ നിയമ പോരാട്ടം നടത്തുന്ന അതിജീവിതയുടെ അഭിഭാഷകയായ അഡ്വക്കേറ്റ് ടി ബി വിനി, സാമൂഹ്യ പ്രവർത്തകയായ സ്നേഹപ്രഭ, ഫിലിം സൊസൈറ്റി ഫെഡറേഷൻ കൗൺസിൽ അംഗം രാജേശ്വരി, ടെലിവിഷൻ അവതാരകയായ നിൽഷ, മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആമി. ഇന്നത്തെ അവസ്ഥയിൽ പീഡനത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്, പത്രത്തിലായാലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ. അപ്പൊ ഈ പീഡനത്തിന്റെ മനഃശാസ്ത്രത്തെ കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറയുന്നത് ഒരു കാലത്തും ഭൂഷണമല്ല. അത് സ്ത്രീകൾക്കെതിരെ ആണെങ്കിലും കുട്ടികൾക്കെതിരെ ആണെങ്കിലും അതിന് സാമൂഹ്യമായിട്ടുള്ള ഒരു മനഃശാസ്ത്രമുണ്ട്, അല്ലാതെ ഓരോ വ്യക്തികളെ ആശ്രയിക്കുന്ന മനഃശാസ്ത്രമുണ്ട്. നമ്മളത് ആ രീതിയിൽ വേണം അതിനെ അപഗ്രഥിച്ച് പഠിക്കാനായിട്ടും ചർച്ച ചെയ്യാനായിട്ടും എന്താണ് പരിഹാരം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ടും. ഒരു വ്യക്തിക്ക് ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറണമെന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് പല തലത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ ആ വ്യക്തിയുടെ തലച്ചോറ് ആ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ രൂപകൽപ്പന ചെയ്തത് കൊണ്ടാണ്. കാരണം ശരിയേതാ തെറ്റേതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മനുഷ്യന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഇന്നത് ചെയ്താൽ ശരിയാണ്, ഇന്നത് ചെയ്താൽ ശരിയല്ല എന്നുള്ളത്. ആ ജഡ്ജ്മെന്റ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇത്തരക്കാർക്കുള്ളത്. അപ്പോൾ അത് തന്നെയല്ല കുറ്റബോധം എന്നുള്ളത്. അതായത് ഒരു കാര്യം തെറ്റ് ചെയ്താൽ അത് കുറ്റബോധം വരാത്ത തലത്തിൽ അവരുടെ തലച്ചോറ് പ്രവർത്തിക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ചില വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി, സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അവർ വളരെ ഇമ്പൾസീവ് ആയിരിക്കും. അത് തന്നെയല്ല, അവര് പക മനസ്സിൽ സൂക്ഷിക്കും, വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീയോട് പകയുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ തകർത്ത് കളയാൻ, അവർക്ക് മാനസികമായി അവരെ തകർത്ത് കളയാനായിട്ട് ഏറ്റവും പറ്റിയ ഒരു മാർഗം അവരെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുക എന്നുള്ളൊരു നിലയിൽ അവർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ ആ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറാനൊരു സാധ്യതയുണ്ട്. രണ്ടെന്ന് പറഞ്ഞാൽ ലഹരി ഉപയോഗം, വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം. അതിപ്പോൾ ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിലും മറ്റ് സിന്തറ്റിക് ഡ്രഗ്സ് ആണെങ്കിലും കഞ്ചാവ് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ലൈംഗിക ത്വര കൂട്ടും. ഒരു വ്യക്തിയുടെ തലച്ചോറ് ലൈംഗിക ത്വര കൂട്ടും. ലൈംഗിക ത്വര കൂട്ടുന്നത് മാത്രമല്ല, അവിടെയും ജഡ്ജ്മെന്റ് നഷ്ടപ്പെടും. അതായത് ശരി ഏതാണ് തെറ്റേതാണെന്ന് മനുഷ്യന്റെ ചിന്താധാരണ വർദ്ധിപ്പിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് തലച്ചോറിന്റെ മുൻവശമാണ്, ഫ്രോണ്ടൽ ലോബാണ്. അപ്പൊ അതിന്റെ ഫങ്ഷനിങ്ങിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ലഹരി വസ്തു. അപ്പോൾ ഉള്ളിൽ ഉറഞ്ഞു കിടക്കുന്ന ഇത്തരം മലിനമായിട്ടുള്ള സ്വഭാവ ചേഷ്ടകൾ അല്ലെങ്കിൽ ഇത്തരം മോശം ആയിട്ട് പെരുമാറാനുള്ള ഒരു ത്വര ഉള്ളിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവർക്ക് ഈ ലഹരി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അത് പൊട്ടി മുള പൊട്ടുന്ന പോലെ വരും. അപ്പോൾ ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറാനുള്ള ഒരു സാധ്യതയുണ്ട്. മൂന്നെന്ന് പറയുന്നത് പൊതുവെ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കണക്കാക്കുന്ന പുരുഷന്മാരുണ്ട്.
അത് പകയോ അല്ലെങ്കിൽ പ്രതികാരമോ അല്ലെങ്കിൽ ലഹരി ഉപയോഗമോ ഒന്നുമല്ല. അവരുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അത് സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടും കൂടെ ആണെന്ന് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പം അങ്ങനെയുള്ളവര് ഇന്ന പ്രായത്തിലുള്ള സ്ത്രീയെന്നോ അല്ലെങ്കിൽ ചില സമയത്ത് കുട്ടികളോട് പോലും അതിക്രമം കാണിക്കാനായിട്ട് തുനിയുന്നവരാണ്. അപ്പം അത്തരം ഒരു സംസ്കാരം ആ ഒരു രീതിയിൽ വളർന്നു വരുന്നവർക്ക് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്ത് വരുന്നവർക്ക്, മോൾഡ് ചെയ്ത് വരുന്നവർക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ അവരുടെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ചിന്ത വരും. അപ്പോൾ അങ്ങനെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു വിഭാഗമുണ്ട്. നാലെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥായിയായ ഒരു മനോരോഗം, ഉദാഹരണത്തിന് ഇപ്പോൾ ബൈപ്പോളർ ഡിസോർഡറിനകത്തിൽ മേനിയ എന്ന് പറഞ്ഞൊരു സ്ഥിതിയുണ്ട്. അതിന്റെ ഒരു താഴ്ന്ന ഒരു വകഭേദമാണ്, സിവിയറിറ്റി കുറവുള്ളതാണ് ഹൈപ്പോമേനിയ. ആ സമയത്ത് ലൈംഗിക ത്വര കൂടും. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യം കൂടും. ഇത്തരം കാര്യങ്ങൾക്ക് താല്പര്യം കൂടുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം, ആ ഒരു ഫേസിൽ മാത്രം സ്ത്രീകളോട് ലൈംഗിക ചുവയിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ അതിക്രമിക്കാനോ അല്ലെങ്കിൽ ബലാത്കാരമായിട്ട് കീഴ്പ്പെടുത്താനോ ഒക്കെ ഉള്ളൊരു സാധ്യത ആ സമയത്തുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം മാനസികാവസ്ഥയിലൂടെ പോകുന്നവർക്കാണ് ഏറ്റവും അധികം ഇങ്ങനെ ഒരു രീതിയിൽ വരുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ പഠനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം വരുന്നത് ഞാനീ പറഞ്ഞ ആ ഒരു മൂന്നാമത്തെ ഒരു പോയിന്റ് ആണ്. അതായത് സ്ത്രീകളെ പൊതുവായി ഒരു ഉപഭോഗ വസ്തുവായിട്ട് കണക്കാക്കി അവരോട് ബഹുമാനമോ ഒന്നുമില്ലാതെ അവരെ ഒരു യൂസ് ആൻഡ് ത്രോ അല്ലെങ്കിൽ അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ വരാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ പല റീസൺസ് ഉണ്ട്. പണ്ട് പുരാതന കാലം മുതലേ അങ്ങനെയാണ്. ഇപ്പൊ സോക്രട്ടിസ് പറഞ്ഞത് എന്താ? സ്ത്രീകൾക്ക് 28 വല്ലേ ഉള്ളെന്നാ. കാരണം ഈ തരം താഴ്ത്തൽ അന്നു മുതലേ തുടങ്ങിയതാണ്. പിന്നെ എല്ലാവിധ മതഗ്രന്ഥങ്ങളും പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് പുരുഷന് വേണ്ടി സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീയെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ സ്ത്രീയും പുരുഷനും സമസൃഷ്ടിയാണെന്നുള്ളൊരു തിരിച്ചറിവില്ലാതെ ഇവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കേണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിലെ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുകയും അത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കളോ അതിന്റെ ഒരു മേമ്പൊടിയായിട്ട് വന്നു ചേരുകയും ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നതിന്റെ പ്രധാന ഈ പുരുഷാധിപത്യമാണ് നിലനിൽക്കുന്നത്. ആ പുരുഷാധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി സ്ത്രീയെ എപ്പോഴും കീഴ്പ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആ ഒരു ആഗ്രഹം, ആ പുരുഷന്റെ ആ ഒരു ചിന്താഗതി മോഡലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആമിക്ക് എന്താ പറയാനുള്ളത് ഇതിനെ? എല്ലാ മേഖലയിലും ഉള്ളതുപോലെ സിനിമാ മേഖലയിലും പ്രത്യേകിച്ച് ഈ മീഡിയ റിലേറ്റഡ് മേഖലകളിൽ കുറച്ച് അധികമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ അതിനിങ്ങനെയാണ് ചേർത്ത് വായിക്കേണ്ടത്. ആ രംഗങ്ങളിൽ കുറച്ചും കൂടി കൂടുതൽ ഇത് പുറത്തറിയപ്പെടുന്നു. ഇപ്പോൾ ബാക്കിയുള്ള മേഖലകളിലെ സ്ത്രീകൾ പലരും അവർക്ക് പേടിയുണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ടോ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മേഖലകളിലും ഉണ്ട്. കുറച്ച് കൂടുതൽ സിനിമ മാധ്യമ രംഗത്ത് കുറച്ച് കൂടുതലുണ്ട്. അതാണ് അവസ്ഥ. അപ്പം അതിപ്പം ബലാത്സംഗം അല്ലെങ്കിൽ പീഡനം അത്തരം കാര്യങ്ങൾ മാത്രമല്ലാതെ ഈവൻ ഈ അതിൽ കുറവുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവിടെയും ഞാൻ കുറവെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ചില കമൻസുകൾ, ചില ആംഗ്യങ്ങൾ, ചേഷ്ടകൾ, അതൊന്നും ഒരു സ്ത്രീ എന്ന രീതിയിൽ നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല. അത് ആരിൽ നിന്നാണെങ്കിലും. അവിടെ നമ്മൾ പുറത്ത് പറയുക. പലർക്കും അറിയില്ലായിരുന്നു. ഓക്കെ, ഈ പീഡനങ്ങളല്ലാതെ അല്ലെങ്കിൽ അത്രയും ആ റേഞ്ചിലുള്ള കാര്യങ്ങളല്ലാതെ ഇപ്പം പല ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് പുറത്ത് പറയാം, അത് കംപ്ലൈൻറ്റ് ചെയ്യാം. ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ഒരിക്കലും അത് സഹിക്കേണ്ട കാര്യമല്ല എന്ന്. പക്ഷേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അക്രമങ്ങളെ പറ്റി. അപ്പം കുറച്ചും കൂടി അവെയർ ആയവർ, ഓക്കെ ഇതൊക്കെ ഞാൻ നേരിട്ടതാണല്ലോ, നമുക്കിതൊക്കെ തുറന്ന് പറയാം. പലരും ഈ കമൻറ്റ് സെക്ഷനിലൊക്കെ വന്ന് പറയുന്നത് കേട്ടു, ഇപ്പോഴാണോ നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധം വന്നത്, ഇപ്പോഴാണോ നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ തയ്യാറായെന്ന്. പലർക്കും അറിയില്ല. ഇതൊക്കെ നേരിടുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കരുതിയ പല സ്ത്രീകളുമുണ്ട്. ഓക്കെ, ഞങ്ങൾ ഈ ഫീൽഡിലാണെങ്കിൽ നമ്മളിതൊക്കെ സഹിക്കണം അല്ലെങ്കിൽ അനുഭവിക്കണം, ഞങ്ങളിതൊക്കെ ഇതിന് ബാധ്യസ്ഥരാണ് എന്ന് കരുതിയ സ്ത്രീകളുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെയുള്ള അവയർനെസ്സോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ബോധമോ നിയമവശങ്ങളെ പറ്റിയോ അറിവൊന്നുമില്ല. അപ്പം അവരറിയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരിതിന് മാനസികമായിട്ട് തയ്യാറാവുന്ന സമയത്ത് അവരിതിനെക്കുറിച്ച് പറയും. അത്രയേ ഉള്ളൂ. ആ സ്ത്രീകളുടെ കൂടെ നമ്മൾ കൂടെ നിൽക്കുക. അതാണ് എനിക്കിതിൽ പറയാനോ. അറിയാം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല സ്ത്രീകൾ പരാതി കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ആ പരാതി കൊടുത്തു പോകുന്ന നമ്മുടെ നടികളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന അവരെ കുറിച്ച് പറയുന്ന വാചകങ്ങള് എന്തൊക്കെ, ആ പറയുന്നവരെ വളരെ മോശമായ രീതിയിലാണ് അവരോട് അവരെ കുറിച്ച് കമന്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ ഒരു ടെലിവിഷൻ അവതാരക എന്ന നിലയിൽ നിൽഷയ്ക്ക് എന്താണ് ഇതിനെക്കുറിച്ച്? ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ ഒരാളുടെ അണ്ടറിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊരു സ്വന്തം പാത വെട്ടിത്തെളിച്ചാണ് ഈ ഒരു മേഖലയിൽ എത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അവിടെ ഷൈൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആളുകൾ അത് നമ്മൾ പ്രോഗ്രാം ചെയ്തപ്പം കയ്യടികൾ കിട്ടിയപ്പം എനിക്കിതിലെ ഷൈൻ ചെയ്യാൻ പറ്റും, ഇതെനിക്കൊരു ഇൻകമായി മാറും എന്ന് എനിക്ക് തോന്നിയപ്പോഴാണ് ഞാൻ അതിനെ ചൂസ് ചെയ്തത്. അപ്പം ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പം പൊതുവെ ഒരു സ്ത്രീയായി ജനിച്ച അന്ന് മുതൽ ഈ പറഞ്ഞ കാര്യം തന്നെ, അതായത് ഒരു പെണ്ണായി കുഞ്ഞു മാറി പെൺകുട്ടിയായി പെണ്ണായപ്പോൾ തൊട്ട് നമുക്കറിയാം ഈ കഴുകൻ കണ്ണുകൾ അന്ന് തന്നെ വിശേഷിപ്പിക്കാം. കാരണം ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം, ചെറുതിലുള്ളൊരു കാര്യം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്, വളരെ ചെറുതായിരിക്കുമ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്തപ്പം ഒരു കടല വിൽക്കുന്ന ഒരാള് അയാള് കടല പൊതിയാനെടുത്ത ഒരു പേപ്പർ, അതിൻ്റെ ഒരു വശം ഒരു അർദ്ധനഗ്നയായൊരു സ്ത്രീയുടെ ചിത്രം. അപ്പം അത് ഞാൻ ഒരു കുഞ്ഞാണ്, ഒരു കുട്ടി, ആ ഒരു പ്രായമാണ്, ഒരു LP UP സെഷൻ ആ സമയത്താണ്. അപ്പോൾ ഇയാള് ആ ബസ്സിൽ ഇരുന്നു കൊണ്ട് ഇതെന്നെ ഉയർത്തി ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ കരുതി അതിലെ ഇങ്ങനെ കടല പൊടി വീശി കളയുന്നതാണെന്ന് ആദ്യം വിചാരിച്ചു. പക്ഷെ അയാൾ ഇങ്ങനെ ഉയർത്തിക്കാട്ടി വീണ്ടും വീണ്ടും എന്നെ കാണിച്ചു. പക്ഷെ ഞാൻ അന്ന് അത് എന്തിനാണ് അയാൾ എന്നെ കാണിക്കുന്നതെന്നോ എന്താണ് അതിൻ്റെ അയാളുടെ സാറ്റിസ്ഫാക്ഷൻ ഒന്നും അറിയാത്തൊരു പ്രായം. പക്ഷെ ഇതൊരു അമ്മ പറഞ്ഞിട്ടുണ്ട് അത് മോശപ്പെട്ട ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ അത് അയ്യോ അത് മോശമാണെന്ന് നമുക്ക് അത് മാത്രം അറിയുന്ന ഒരു പ്രായം. അപ്പൊ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡായി. അമ്മയോട് ഞാൻ കരയുന്ന കുഞ്ഞാണ്, അപ്പൊ കരയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇന്നും ഞാൻ മറക്കാത്തൊരു ഓർമ്മയാണ് എനിക്കത്. അപ്പൊ എന്തിനാണ് അയാളുടെ മുഖം എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ പീഡനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മേഖലയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേക പ്രായക്കാരോട് മാത്രം കാണിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇത് ചെറുതിലേ മുതൽ നമ്മൾ അനുഭവിച്ച ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ സ്കൂളിലേക്ക് വരുമ്പം തുറന്നു പറയുവാണെങ്കിൽ ആൺകുട്ടികളുമായി നമ്മൾ സൗഹൃദത്തിലാവുമ്പം നല്ല ആൺകുട്ടികളുമുണ്ട്, ചീത്ത ആൺകുട്ടികളുമുണ്ട്. അപ്പം ഇത്തിരി അലമ്പായിട്ടുള്ള ആൺകുട്ടികളുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ദ്വയാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുക. പക്ഷെ അത് കാരണം സെക്ഷൽ വിദ്യാഭ്യാസം, സെക്ഷലി ഉള്ള നോളജ് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ മുന്നേ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ പെൺകുട്ടിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ആ ഒരു അറിവ് കിട്ടുക. അപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ ആൺകുട്ടികൾ കുറച്ച് നോളജ് അവർ, കാരണം അവരുടെ മുതിർന്ന ആൺകുട്ടികളുമായുള്ള സഹവാസമൊക്കെ അവരെ കൂടുതൽ അതിന് സഹായിക്കുന്നുണ്ട്. പക്ഷെ പെൺകുട്ടികൾ കുറച്ചുകൂടെ ഹോംലി ആയതുകൊണ്ട് അവർക്ക് അമ്മമാരിൽ നിന്ന് മാത്രമാണ് അത് കിട്ടുന്നത് കുറച്ച്. അപ്പം അന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഇല്ലാത്തൊരു സമയമാണല്ലോ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഈ ദ്വയാർത്ഥത്തിൽ നമ്മളോട് സംസാരിക്കുക. അപ്പം തിരിച്ചു പറയാൻ നമുക്കറിയില്ല. അപ്പം ഇത് പിടിക്കാമോ, എക്സാമ്പിൾ ഇതൊന്ന് പിടിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്ന് ആൺകുട്ടികൾ കൂടി ചിരിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കും ഇതൊന്ന് പിടിച്ചു തരുമോ എന്ന് ചോദിക്കുന്നതിന് അവൻ എന്തിനു ചിരിക്കണം? പക്ഷേ ഇതിനൊക്കെ ഒരു ദ്വയാർത്ഥ ധ്വനി ഉണ്ടെന്നുള്ളത് പ്രായങ്ങളിലും വർഷങ്ങളും കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അശ്ലീല സംസാരങ്ങൾ കൊണ്ട് മൂടി ഈ ഒരു പുരുഷൻ ആസ്വദിക്കുന്ന ഒരു ഘട്ടം എന്ന് പറയുന്നത് ശാരീരികമായി മാത്രമല്ല, കണ്ണുകൊണ്ട്, അവരുടെ സംസാരം കൊണ്ട്, എല്ലാം കൊണ്ട് പുരുഷൻ നമ്മളെ ആസ്വദിക്കുക, അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുക എന്നൊരു സംഭവം എല്ലാ കാലഘട്ടത്തിലും എല്ലാ തലങ്ങളിലും ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു പ്രൊഫഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളവിടെ നിർബന്ധിതരാക്കപ്പെടുന്നു. അന്ന് നമ്മളെ തഴുകി തലോടി പോയ ഡയലോഗ്സ് ആണെങ്കിൽ ഇത് ചെയ്തേ മതിയാകൂ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ലഭിക്കുകയുള്ളൂ എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എന്തൊക്കെ ഇഷ്ടങ്ങൾ നമുക്ക് ഹനിക്കേണ്ടി വരും. ഇപ്പം അത് വേണ്ട, എനിക്ക് ഇവിടെ പോകുമ്പോൾ അത് ഉറപ്പാണ്. കാരണം ചെറുപ്പം തൊട്ട് ഇതൊക്കെ നമ്മൾ ശീലിച്ചതുകൊണ്ട് നമ്മൾ മനസ്സാലെ നമുക്കറിയാം ഇത് എന്തോ അവിടെ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ സ്വയം വന്നിട്ടും പിന്നെ വീട്ടിൽ നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ തന്നെ നമ്മുടെ അമ്മയായാലും അല്ലെങ്കിൽ കാലാകാലങ്ങളായി സ്ത്രീകൾ എന്ത് നമ്മളോട് പറയും, അമ്മമാര് ചേച്ചിമാര് ഒക്കെ നമ്മളോട് പറയും, അയ്യോ നീ പെണ്ണാണ് അങ്ങോട്ട് പോകരുത്, പീഡനം നടക്കും, അല്ലെങ്കിൽ നിനക്ക് ചീത്തപ്പേരുണ്ടാവും, നിനക്കൊരു ഫ്യൂച്ചർ ഇല്ല, ഫ്യൂച്ചർ നഷ്ടപ്പെടും എന്ന് പറഞ്ഞാണ് നമ്മളെയൊക്കെ വീട്ടിൽ ഒതുക്കുന്നത്. പിന്നീട് മനസ്സിലായി ഈ ഫ്യൂച്ചർ എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റൊരാള് തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകി എന്ത് ഫ്യൂച്ചർ ഉണ്ടായിട്ട് എന്ത് കാര്യം. അപ്പൊ ആ ഒരു റിയാലിറ്റി ഒക്കെ അറിയാനായിട്ട് വർഷങ്ങൾ എടുത്തു. സത്യം പറഞ്ഞാൽ ഇതിനൊരു ബോധവൽക്കരണം ശരിയായ രീതിയിലില്ല. അപ്പം ഈ ഒരു പീഡനം എന്ന് പറയുന്നത് എല്ലാ തലങ്ങളിലും ഉണ്ടെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്, പ്രൊഫഷണലി പ്രത്യേകിച്ചും. അത് ഈ ഒരു സിനിമാ മേഖലയിൽ മാത്രമല്ല, പക്ഷേ സിനിമാ മേഖലയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ
അതൊരു പോപ്പുലാരിറ്റി കൂടിയ ഒരു മേഖലയാണ്, ഫെയിം കൂടുതലുള്ളൊരു മേഖലയാണ്, പേയ്മെന്റ് കൂടുതലുള്ളൊരു മേഖലയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആളുകൾക്ക് അറിയാനും ആഗ്രഹമുണ്ട്. കാരണം ഈ നായകന്മാർ അവരുടെ മനസ്സിലും ആ ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളാണ്. ഇപ്പൊ രാജാവായി അഭിനയിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രം അവരുടെ മനസ്സിൽ ഇന്ന് രാജാവായിരിക്കും. അപ്പൊ രാജാവിന്റെ ഒരു ഇങ്ങനെയുള്ള മ്ലേച്ഛതയൊക്കെ കേൾക്കാൻ പൊതുജനങ്ങൾക്കും താല്പര്യമുണ്ടാവും. അപ്പോൾ നായികയായി കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ഈ നായികയും ഉള്ളിൽ തന്നെ നിൽക്കും. അപ്പൊ ഇതാണ് കൂടുതലും അതിൽ നിൽക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഈ എൻ്റെ ഫീൽഡിലും എനിക്കും ഉണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഒരു ചാനലിലാണെങ്കിലും ഞാൻ ഈ ഒരു മേഖലയിൽ വന്നപ്പം ഇപ്പോഴും ഞാൻ സ്റ്റേജ് ഷോസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അതിനോട് പലരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ഒരു മുൻനിര ചാനലുകളിലേക്ക് നോക്കാത്തത് കൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടുമല്ല, പരിചയക്കാരില്ലാത്തത് കൊണ്ടുമല്ല. ഒരു മുൻനിര ചാനലുകളിലേക്ക് നോക്കാത്തത് കൊണ്ടല്ല, കിട്ടാത്തത് കൊണ്ടുമല്ല, പരിചയക്കാരില്ലാത്തത് കൊണ്ടുമല്ല. എനിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്, ഒരുപാട് പരിചയക്കാരുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പിറ്റേ ദിവസം എന്താണ് നമുക്ക് വരുന്ന കോൾ, എന്താണ് നമുക്ക് വരുന്ന മെസ്സേജസ്, നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പിന്നെ നമുക്ക് ഭയമാണ്. അപ്പം ഇതൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് പറയാൻ ഒന്നല്ല, രണ്ടല്ല, 100 അല്ല, 1000 കഥകൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ നമ്മളായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ച ഒരുപാട് നമ്മുടെ അവസരങ്ങളുണ്ട് നമ്മളായിട്ട്. പല സ്ത്രീകളും ഇപ്പം ഞാൻ ചിന്തിക്കുന്നു എനിക്കത് വേണ്ട എന്ന് ചിന്തിക്കാം. കാരണം എനിക്ക് കുറച്ചുകൂടെ ഞാൻ വേറൊരു തലത്തിൽ അതിനെ കാണാൻ ശ്രമിക്കും. പക്ഷെ ചില സ്ത്രീകൾ അങ്ങനെ ആകണമെന്നില്ല, അവർക്കത് വേണം. ചിലർക്ക് അല്ലേ, എനിക്കിത് ആ പാഷൻ അതിലേക്ക് കൂടുതൽ കൊടുത്തിട്ട് ഇതെനിക്ക് എന്ത് വന്നാലും ഇതെനിക്ക് നേടിയെടുക്കണമെന്ന് അവർ ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ചിന്തിച്ച് പെട്ടുപോയവരും ഉണ്ട് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതൊക്കെ തുറന്നു പറയാനൊരു അവസരം കിട്ടിയപ്പം ഇതെന്റെ അവസരമാണ്, ഇതെനിക്ക് ഉപയോഗിക്കാമെന്ന് തോന്നി മുന്നോട്ട് വന്നവരുമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ എല്ലാ മേഖലയിലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട്. ആരൊക്കെ ഇതില്ലെന്ന് പറഞ്ഞാലും അംഗീകരിച്ചു കൊടുക്കാൻ ഒരിക്കലും സാധിക്കും. നിൽഷ പറഞ്ഞ പോലെ സ്ത്രീ ഒരാഗ്രഹ സാധ്യത്തിന് വേണ്ടി എന്തിനും തയ്യാറായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവർ കീഴ്പ്പെട്ട് കൊടുക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നത്തെ കാലത്ത് സ്ത്രീ ഇത്രയും ബോൾഡായിട്ട്, ഇത്രയും സമൂഹത്തിൽ പഴയ കാലത്തെ പോലെയല്ല, വളരെ ആക്റ്റീവായിട്ട് വിദ്യാഭ്യാസമുണ്ട്, തൻ്റെ ഇടമുണ്ട്, എല്ലാമുള്ള സ്ത്രീകൾക്ക് എന്തുകൊണ്ട് വ്യക്തമായ ഒരു നിലപാടെടുത്തുകൂടാ? സ്വന്തമായ നിലപാടെടുത്തുകൊണ്ട് ഇതിനെയൊക്കെ ചെറുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് സ്ത്രീക്ക് കഴിയുന്നില്ല? രാജേശ്വരിക്ക് എന്താ പറയാനുള്ളത് ഇതിനെക്കുറിച്ച്? ഞാനൊരു ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ പോലെ എല്ലാ മേഖലകളിലും പീഡനം ഉണ്ടെങ്കിൽ ചലച്ചിത്ര രംഗത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ടച്ച് വെച്ചിട്ട് ഇടപഴകിയിട്ട് വേണ്ട ഒരു വ്യവസായമാണ് സിനിമ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ശാരീരികമായിട്ടുള്ള അടുപ്പങ്ങളും ഉണ്ടാവുകയും ശാരീരികമായിട്ടുള്ള ആകർഷണങ്ങളും ഉണ്ടാവുകയും അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മേഖല എന്നുള്ള രീതിയിലാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു പുരുഷന്മാർ വരെയും അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, സത്യത്തിൽ ഞാൻ വായിക്കേണ്ട എത്രയോ ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് കുറിയെടുത്ത് താത്രിയുടെ ഒരു സ്മാർത്ഥ വിചാരം ഉണ്ടായിരിക്കുന്നത് എന്ന്. അന്ന് BT ഭട്ടതിരിപ്പാടൊക്കെ അതിനെ പുരോഗമനമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് ആ ഒരു ഇതിനെ ശ്രമിച്ചത് എന്ന്. അപ്പം അതിൽ നിന്ന് തുടങ്ങിയതാണ് സ്ത്രീയുടെ യുദ്ധം. സത്യത്തിൽ എൻ്റെ ശരീരം എൻ്റെ അവകാശമാണെന്നും അത് നിങ്ങൾക്ക് ആവശ്യമില്ലാതെ തരാനുള്ളതല്ല എന്നും സ്ത്രീ എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇത് വീടകങ്ങളിൽ പോലും ഇത് കേൾക്കുന്നില്ല. പിന്നെയാണോ തൊഴിൽ മേഖലയിലുള്ള കാര്യം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളൂ. നിന്റെ ശരീരം ആരുപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ അവകാശമാണെന്ന് ഓരോ കാലഘട്ടത്തിലും നമ്മൾ ആൺകുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നു. പുരുഷന്മാർ അത് ഏറ്റുപാടുന്നു. തലമുറയായിട്ട് വൃദ്ധർ വരെ ആ അവസ്ഥയിലേക്ക് പോകുന്നു. ഇപ്പം രാജേശ്വരി മാഡം പറഞ്ഞ പോലെ ഇത് സിനിമാ മേഖലയിൽ ഇപ്പം പരസ്പര ശാരീരികമായ അല്ലെങ്കിൽ സ്പർശനം കൊണ്ടോ അല്ലെങ്കിൽ ശാരീരികമായ ആകർഷണം കൊണ്ടോ മാത്രമല്ല ഇന്ന് പീഡനം എല്ലാ മേഖലയിലും, സ്വകാര്യ മേഖലയിലെല്ലാം
ബാങ്ക് മേഖലയിലെ, ബാങ്കുകളിലെ, സ്വകാര്യ ബാങ്കുകളിലെ എനിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അത് സീനിയർ മാനേജർമാര്, താഴെയുള്ള ക്ലർക്കുമാര് അല്ലെങ്കിൽ അസിസ്റ്റന്റുമാരെ അവരെ അവരുടെ ഇഷ്ടത്തിന്, അതായത് അവർക്ക് പ്രൊമോഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് മുന്നോട്ട് പോയാൽ ഇത് തന്നെ എവിടെയും സ്ത്രീകൾക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട് സ്ത്രീകളെ പിന്നെ പീഡിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒരു സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ മാഡത്തിന് എന്താണ് ഇതിന് എല്ലാ മേഖലയിലും, എനിക്കറിയാം സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിൽ എല്ലാ മേഖലയിലും ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരാളാണ്. അപ്പൊ മാഡത്തിന് എന്താണ് അതിനെക്കുറിച്ച് പറയാം? ഇത് ഒരു ഇടത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് വളരെ എന്താ പറയുക കൃത്യമായിട്ട് നമ്മുടെ ചുറ്റിനും എന്താ പറയുക നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ വരെ ചിലപ്പം എന്ന് പറയുന്ന രീതിയിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ കാര്യങ്ങൾ. പക്ഷെ ഇത് ഇങ്ങനെ ആണ് എന്ന് പറഞ്ഞ് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നതിന് പകരം എന്തുകൊണ്ടാണ് അത് നമുക്ക് തിരുത്താൻ പറ്റാത്തത് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ചർച്ചയുടെ ആരോഗ്യകരമായ ഒരു ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം ഭയം ആൺകുട്ടികളെ അപേക്ഷിച്ച് പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നിലനിൽക്കുന്നത്. ഇത് ഞാൻ കണ്ട കേട്ട അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ കുറെ ആൾക്കാരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിനക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേടിച്ചിട്ടാണ് എന്ന് വളരെ വിഷമത്തോടെ കണ്ണീരോടെ നമ്മുടെ മുന്നിൽ നിന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ആ മുന്നിൽ നിൽക്കുന്ന സ്ത്രീയെ പിന്നെ നമുക്കൊന്നും പറയാൻ തോന്നില്ല. പിന്നെ അവർക്ക് കൊടുക്കാനുള്ള സപ്പോർട്ടുകൾ മുഴുവൻ കൊടുത്ത് അവരെ ചേർത്ത് നിർത്തി നമ്മുടെ കൂടെ നടത്താനാണ് നമുക്ക് പറ്റുള്ളൂ. അപ്പം പഴയ തലമുറ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു പഴയ തലമുറേനെ നമുക്കിനി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായ ഒരു കാര്യം തന്നെയാണ്. പകരം നമ്മൾ ഇനി വളരുന്ന നമ്മളുടെ മുന്നിൽ ഇപ്പം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന തലമുറേനെ എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ, എന്തിനാണ് നമ്മൾ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുന്നത്, ഈക്വാലിറ്റിയാണ് അതിൻ്റെ പ്രധാന ഘടകം എന്നും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എന്നിട്ട് പോലും ഇപ്പം മാഡം നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ അഡ്വാൻസ്ഡ് ആയി എല്ലാം നമുക്ക് പറയാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും പെൺകുട്ടിയെ പെൺകുട്ടിയായിട്ടും ആൺകുട്ടിയെ ആൺകുട്ടിയായിട്ടും കൺസിഡർ ചെയ്യുന്ന ഒരു പടി സ്ഥലങ്ങൾ നമുക്കറിയാം. അവിടെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടത്, അവിടെ വലിയൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും, നമ്മുടെ ആൺകുട്ടികൾക്ക് വേണ്ടി പറയാൻ നമ്മൾ പോലും റെഡിയല്ല എന്നുള്ളത് ഞാൻ വളരെ വിഷമത്തോടെ കണ്ടറിഞ്ഞൊരു കാര്യമാണ്. നമ്മൾ ആൺകുട്ടികൾക്ക് വേണ്ടി പുരോഗമനം പറഞ്ഞു പോകുമ്പോൾ ഒരു സൈഡിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗമായിട്ട് ഈ ആൺകുട്ടികൾ മാറുന്നുണ്ട്. അവർക്ക് ഈ പറഞ്ഞ പോലെ 13-14 വയസ്സാവുമ്പം ശരീരത്തിന്റെ മാറ്റങ്ങളും നമ്മുടെ അതുപോലെ തന്നെ സ്വഭാവത്തിന്റെ മാറ്റങ്ങളും നമ്മൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്ര ആൾക്കാർ ആൺകുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും എനിക്ക് സംശയമാണ്. അത്തരം വിദ്യാഭ്യാസങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട, ഇതിനെ തിരുത്താൻ ചെയ്യേണ്ട ഒരു വശം. ഇപ്പൊ സിനിമാ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക നക്ഷത്രത്തിളക്കമുള്ളൊരു ഏരിയയാണ്. ആർക്ക് വേണമെങ്കിലും ചാടാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖലയാണ്. അവിടെ ചാടണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് വരുന്ന സമയത്ത് അവിടേക്ക് പോണോ അല്ലെങ്കിൽ തിരിച്ചു പോണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത് ഈ പോകുന്ന ആൾക്കാർ തന്നെയാണ്. അവരെ പൂർണ്ണമായും കുറ്റം പറയല്ല. പിന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ഇത്തരം മാനസികാവസ്ഥകൾ ഉള്ള ആൾക്കാർ അമിതമായ ലഹരി പദാർത്ഥങ്ങൾ സിനിമാ സെറ്റുകൾ ഉപയോഗിക്കുന്നത്, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം വരണമെന്ന് വെച്ചാൽ നോ പറയാനും നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ നിമിഷം തന്നെ അറിയിക്കേണ്ടിടങ്ങളിൽ അറിയിക്കാനുമുള്ള നിയമവശങ്ങൾ അറിയാത്തതും ഒരു പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. അതിജീവിതയുടെ അഡ്വക്കേറ്റ് ആയിട്ട് എനിക്കറിയാം ഈ മേഖല ഈ വിഷയവുമായി കൂടുതൽ പഠിക്കുകയും ഇപ്പൊ ഈ പീഡനത്തെ കുറിച്ചും അല്ലെ ഒരു സ്ത്രീയുടെ മനസ്സിനെ കുറിച്ചും എന്തൊക്കെയാണ് വിഷയങ്ങളെന്നുള്ളത് കൃത്യമായി പഠിച്ച് ആ കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അഡ്വക്കേറ്റ് ടി.ബി. ബിനി. ബിനിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് സന്തോഷമുണ്ട്. അതായത് വ്യത്യസ്ത മേഖലയിലുള്ള സ്ത്രീകൾ ഇത്തരത്തിൽ വളരെ ഉയർന്ന ബോധത്തിൽ ഇങ്ങനൊരു സംവാദത്തിൽ വരുന്നത്, അത് തന്നെയാണ് ഈ കേരളം കാണേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും. ഇപ്പം നിങ്ങൾക്ക് തന്നെ അതിജീവിത എന്ന് പറയുമ്പോൾ നടി ആയിട്ടുള്ള അതിജീവിതയുടെ കേസുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾക്ക് തന്നെ അറിയണ്ടാവുക. പക്ഷെ ഏതാണ്ട് ഒരു 17 വയസ്സ് മുതൽ ഞാൻ ഈ സാമൂഹ്യ പ്രവർത്തന രംഗത്താണ്.
ഇവിടെ ഒരുപാട് അതിജീവിതമാർ നമ്മളുടെ പ്രവർത്തനത്തിലൂടെ കടന്നുപോയിട്ടുള്ള ആൾക്കാരാണ്. കിളിരൂർ കേസ് ഉണ്ടായിരുന്നു, പറവൂർ കേസ് ഉണ്ടായിരുന്നു, കുഞ്ഞാലിക്കുട്ടി കേസ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഇപ്പം നമ്മൾ നടിയുടെ കേസ് എന്ന നിലയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ അത്തരം വിഷയങ്ങൾ ഞാൻ ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് നടിയുടെ കേസ് ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു കെൽപ്പുണ്ടായത്. ഇപ്പം നമ്മൾ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിക്കും, ഫീസ് നടിയുടെ കേസൊക്കെ ആകുമ്പോൾ ഫീസ് വാങ്ങിച്ചിട്ട് നടത്തിക്കൂടെ, ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ പറവൊരു കേസ്, ആ കുട്ടിയുടെ കേസ് ഞാൻ ചെയ്ത്, അതൊന്ന് മൈനറായിരുന്നു. അപ്പം അതിന് ജോലി, ആ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ വീട് സർക്കാർ കൊടുക്കണം എന്നുള്ള ജഡ്ജ്മെൻറ്റ് ഞാൻ ഫയൽ ചെയ്തിട്ടാണ് മേടിച്ചു കൊടുക്കണം. അപ്പോൾ അവർ അന്ന് ആ കുട്ടി അതിനെ കാണാൻ ഞാൻ ചിൽഡ്രൻസ് ഹോമിൽ ചെന്ന് കഴിഞ്ഞ സമയത്ത് ആ കുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. 2 പ്രാവശ്യം ഞാൻ പോയിട്ട് എന്നെ കാണാൻ സമ്മതിച്ചില്ല. നമ്മൾ ഈ കേസുകളിലൊക്കെ ഇടപെടുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുമ്പോഴും 2 പ്രാവശ്യം കാണാൻ സമ്മതിച്ചില്ല. ലാസ്റ്റ് കണ്ടപ്പോൾ ആ കുട്ടി എന്നോട് ചോദിച്ചാൽ, നിങ്ങൾ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഇങ്ങനത്തെ ഒരു കേസിൽപ്പെട്ടൊരു കുട്ടിയായതുകൊണ്ടാണ്. അതെന്നെ ഭയങ്കരമായി ഹർട്ട് ചെയ്ത ഒരു കാര്യം. ഹർട്ട് ചെയ്യല്ല, അത് ഒരു തീവ്രമായ ഒരു വേദനയായിട്ട് നമ്മൾക്ക് മാറും. മനസ്സിലായ? അവരുടെ സാഹചര്യങ്ങളിലൂടെ, അത് അച്ഛനാണ് ഫസ്റ്റ് റേപ്പ് ചെയ്യണത് ആ കുട്ടീനെ. നന്നായി പഠിക്കുന്ന കുട്ടി. അത് കഴിഞ്ഞിട്ട് ഒരു 52 കേസ് ഉണ്ടായി. 52 കേസ്, 152ഓളം ആളുകൾ ഈ കുട്ടീനെ ആ ചെറുപ്രായത്തിൽ ഉപയോഗിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ അത് നമ്മൾ തുടങ്ങുന്നത് സൂര്യനെല്ലി കേസിലാണ്. കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സെക്സ് റാക്കറ്റ് എന്ന് പറയാവുന്ന ഒരു സംഭവം കേരളത്തിൽ ചർച്ച ചെയ്തിരിക്കും. മുന്നേ പീഡനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ നമ്മുടെ ഒരു കുടുംബ സംവിധാനത്തിൽ പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരാകാത്തവർ വളരെ അപൂർവമായിരിക്കും. കൂട്ടുകുടുംബാവസ്ഥയിലാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പം ഇത് ആണുങ്ങളുടെ കുഴപ്പമാണോ പെണ്ണുങ്ങളുടെ കുഴപ്പമാണോ എന്നത്, പിന്നെ സമൂഹത്തിൻ്റെ കുഴപ്പമാണോ, വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണോ, സെക്ഷൽ വിദ്യാഭ്യാസത്തിൻ്റെ കുഴപ്പമാണോ, എന്തോരം അനലൈസ് ചെയ്താലും പ്രശ്നങ്ങൾക്കൊരു പരിഹാരമില്ല. അതായത് ഇന്ന് കേരളത്തെ സംബന്ധിച്ച്, കേരളം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്യണത്. വേറെ സൊസൈറ്റിയിൽ ഇങ്ങനെ ഒരു കമ്മിറ്റി വന്നില്ല. എന്താ കാര്യം? കേരളത്തിൻ്റെ അവയർനെസ് ഈ കാര്യങ്ങളിൽ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്ത്രീകളുടെ ഇൻഡിപെൻഡൻസി, ഇതെല്ലാം കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങാം. നേരത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് കേരളത്തിലാണെങ്കിലും ഒരു തരത്തിലും അനുവദനീയമല്ലാതിരുന്നൊരു സൊസൈറ്റിയാണ്. അവിടെ നിന്ന് വിദ്യാഭ്യാസം മറ്റാർക്ക് വിദ്യാഭ്യാസം കിട്ടുന്നത് പോലെയാണെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസമാണ് കേരളത്തിൽ അവരെ ഇത്ര ഇങ്ങനെ സംസാരിക്കാൻ കഴിവുള്ള കെൽപ്പുള്ളവരാക്കി മാറ്റുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഡിഗ്രി ഇല്ലാത്ത, പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത പെൺകുട്ടികളെ തന്നെ വളരെ അപൂർവമാണ്. അപൂർവമാണത്. 10ാം ക്ലാസ് ഇല്ലാത്തൊരു ഒറ്റ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർ നല്ല കെൽപ്പുള്ളവരാണ്. ജോലിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഇരട്ടി കപ്പാസിറ്റി, ഫിസിക്കൽ കപ്പാസിറ്റി ഉള്ളവരാണ്. തമിഴ്നാടാണെങ്കിലും നമ്മളുടെ ഇടയ്ക്ക് വരുന്നത് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നുള്ള സ്ത്രീകൾ ഇവിടെ ജോലിക്കായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ, അങ്ങനെ ബീഹാർ, അങ്ങനെയുള്ള നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന വിഭാഗത്തിലുള്ള ആളുകളുണ്ട്. അവർക്ക് ഫിസിക്കൽ കപ്പാസിറ്റി നമ്മളെക്കാൾ കൂടുതലുണ്ട്. പക്ഷേ കേരളത്തിലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിലും ഭൗതികമായ വളർച്ചയും വളരെയധികമുള്ള. കേരളത്തിൽ നിന്ന് പുറത്തു പോയ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കണക്ക് കേരളത്തിൽ എപ്പോഴെങ്കിലും ഡാറ്റ ഉണ്ടോ എന്നറിയില്ല എനിക്ക്. കാരണം പ്രത്യേകിച്ച് നേഴ്സുമാർ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ 2 ജില്ലകൾ, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ നിന്ന് ഈ ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും പോയി ജോലി ചെയ്യുന്നവരാണ് സ്ത്രീകൾ. അവർ കാണാത്ത രാജ്യങ്ങളുണ്ടാവില്ല. ആ പേരുകൾ US, UK, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ അങ്ങനെ തുടങ്ങുന്ന. അപ്പം സ്ത്രീകൾക്ക് കേരള സൊസൈറ്റിയിൽ ഉണ്ടായിരിക്കുന്ന ആ വളർച്ചയും കൂടിയായിട്ടാണ് 2017 ഇപ്പോൾ ഒരു നടി ആക്രമിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ
ആ നിലയിലുള്ള പ്രതിഷേധം വളരുന്നത്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അമ്മ എന്ന് പറയുന്ന അമ്മ കട്ട് ചെയ്ത് കേട്ടോ, AMMA എന്ന് പറയുന്ന ആ സംഘടന സിനിമാ മേഖലയിലെ ആളുകൾക്ക് ഒരു സംഘടന രൂപീകരിക്കുന്നു. അപ്പോൾ സിനിമാ മേഖലയിൽ നിലനിന്നിരുന്ന പുരുഷാധിപത്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പുരുഷാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യവൽക്കരിക്കപ്പെട്ടുള്ള ഒരു സൊസൈറ്റിയിലെ പുരുഷാധിപത്യമാണ്. അതും ഫ്യൂഡൽ കാലഘട്ടത്തിലെ പുരുഷാധിപത്യം രണ്ടാം. അതായത് ഫ്യൂഡൽ കാലഘട്ടത്തിൽ നമ്മൾ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന സാധനമേ ഇല്ല, സ്ത്രീ ഇല്ല, പൂച്ചകൾ, മൃഗങ്ങൾ, അതാണ് സ്ത്രീ. മനസ്സിലായേ? ആ ഒരു കൺസെപ്റ്റാണ് സിനിമ മേഖലയിൽ ഉള്ളത്. അവിടെ നിന്നാണ് ഈ സ്ത്രീകൾ, അതായത് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നത് സിനിമയിൽ അഭിനയിച്ച, സീരിയലിൽ അഭിനയിച്ച സ്ത്രീകളെക്കാൾ, അഭിനയിക്കുന്ന നടിമാരെക്കാൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെൻറ്റിനോ അല്ലെങ്കിൽ ചൂഷണങ്ങൾക്കോ വിധേയരാകപ്പെടുന്നത് അഭിനയിക്കാൻ ചാൻസുമായി ചെല്ലുമ്പോഴാണ്. അപ്പോൾ അവിടെ മൈനേഴ്സായിട്ടുള്ള ആളുകളെ വരെ എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റാൻ വേണ്ടി ചെല്ലുമ്പോൾ, നേരത്തെ ആരോ സൂചിപ്പിച്ചു, എങ്ങനെയെങ്കിലും കയറി പറ്റാൻ ചെല്ലുന്ന സമയത്ത് സറണ്ടർ ചെയ്യണം നമ്മൾ, എനിത്തിങ്. അപ്പോൾ അവരെ ചെല്ലുമ്പോൾ അവർ പറയാണ് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വേണം. അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ ഇപ്പം എൻ്റെ പോലെ കാത്തിരിക്കുന്നതല്ല അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഫിസിക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചിലപ്പോൾ മൈനേഴ്സ് ആയിരിക്കും. സിനിമ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ സ്ത്രീകളും മൈനേഴ്സായിട്ട് വന്നവരാണ് ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയും WCCയും ഇപ്പോൾ അമ്മയിൽ നിന്ന് അമ്മ സിനിമ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ സ്ത്രീകളും മൈനേഴ്സായിട്ട് വന്നവരാണ് ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയും WCCയും ഇപ്പോൾ അമ്മയിൽ നിന്ന് അമ്മ AMMയിൽ നിന്ന് പൊട്ടിത്തെറിച്ച് പോയ ഈ WCC എന്ന് പറയുന്ന സംഘടന, അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള കെൽപ്പുണ്ടായത്? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നൊരു വാക്ക്, കരുത്തുണ്ടായത്. അതൊരു 1973 വിജയശ്രീ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത്. ആ കാലഘട്ടത്തിൽ അവർക്ക് അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. 80കളിൽ ചിന്തിക്കാൻ കഴിയില്ല. ഇപ്പം ഈ രഞ്ജിനിയൊക്കെ വന്ന കാലഘട്ടം, ഈ ചിത്രം എന്നൊക്കെ ഉള്ള സിനിമ വന്ന സമയത്ത് അന്നും അവർക്ക് ഇത് ആലോചിക്കാൻ കഴിയില്ല. പക്ഷെ ഇന്ന് ആ സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ ഉള്ള സ്ത്രീകൾ എഡ്യൂക്കേറ്റഡ് ആണ്, അവർക്കിതൊരു പ്രൊഫഷനാണ്, അത് ഇവർക്കൊരു പാഷനാണ്. ഈ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ശരീരത്തിനെ ചൂഷണം ചെയ്യുന്ന സംവിധാനത്തിനെ KT ശങ്കരൻ സാറും ജോസഫ് സാറും സൂര്യനെല്ലി കേസിൽ ലീഗൽ സ്ട്രഗിൾ വലിയ രീതിയിൽ നടത്തിയിട്ടുള്ളൊരു കുടുംബമാണ് അത് റിപ്പോർട്ടഡ് ജഡ്ജ്മെൻറ്റുമാണ്. അപ്പോൾ സൂര്യനെല്ലി കേസിൽ ആ പെൺകുട്ടിക്കെതിരെ ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബസന്ത് അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടിക്ക് ഓടി രക്ഷപ്പെടാമായിരുന്നുള്ളത് അങ്ങനത്തെ അബ്സേർഡായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ ഒരു ജഡ്ജി അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടിക്ക് നീതി നിഷേധിക്കപ്പെടുകയാണ്. അത് പ്രതികൾക്ക് സഹായകരമായി മാറുകയാണ്. അത് കഴിഞ്ഞ് അവർ സുപ്രീം കോടതി പോയി. ആ സുപ്രീം കോടതി അത് റിമാൻഡ് ചെയ്ത് താഴെ വീണ്ടും ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ അന്ന് ആ കേസ് കൈകാര്യം ചെയ്ത് ജസ്റ്റിസ് KT ശങ്കരനും KL ജോസഫ് എന്ന് പറഞ്ഞ 2 ജഡ്ജിമാരാണ്. ആ KT ശങ്കരൻ സാർ ആ ജഡ്ജ്മെൻറ്റ് അന്ന് പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അതിൽ ആകർഷിച്ച സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാർ പറയാണ്, ഈ ഒരു പെൺകുട്ടി ജീവിതത്തിൽ എപ്പോഴെങ്കിലും, സ്ത്രീ ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, അവരുടെ സമ്മതമില്ലാത്ത സെക്ഷൽ ഹരാസ്മെൻറ്റിന് വിധേയമായാൽ, എനി ടൈപ്പ് ഓഫ് ഹരാസ്മെൻറ്റ്, ആ മരണം വരെ അവരെ ഹോണ്ട് ചെയ്യുന്ന മെൻ്റൽ ട്രോമ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് സാറ് ആ ജഡ്ജ്മെൻറ്റിൽ പറയാൻ. അന്നും ഇന്നും ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ സൊസൈറ്റി മനസ്സിലാക്കാത്തത്. എന്തിനീ സ്ത്രീകൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം പറയുന്നു എന്ന് പറയുന്നൊരു സംഭവം. ഇത്രയും വർഷം അവർ ആ മെൻ്റൽ ട്രോമ അനുഭവിച്ചു. നേരത്തെ എവിടെ പറയണം, എങ്ങനെ പറയണം, ആരുടെ അടുത്ത് പറയണം എന്നറിയാതെ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത വിക്ടിമിൻ്റെ തന്നെ
എന്താ പറയുക പേഴ്സൺ ഔട്ടാവും. അത് അവർക്ക് പറ്റണില്ല. കാരണം എന്താ, ഈ സൊസൈറ്റിയിൽ സെക്ഷൽ ഹരാസ്മെന്റിന് വിധേയാകുന്ന പെൺകുട്ടീനെയാണ് പിന്നെ പീഡിപ്പിക്കുക. സൊസൈറ്റി ഇങ്ങനെ ചൂണ്ടും, അവളാണ്. പക്ഷെ അവനെ ആരും ചൂണ്ടില്ല. അവനങ്ങനെ ചെയ്യുന്ന അവൻ്റെ കൂട്ടുകാരുടെ ഇടയിലും അവൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും അവരുടെ മറ്റ് ബന്ധങ്ങളിലും അവന് മേൽക്കൈ കിട്ടാനുള്ള ഒരു കാര്യമായിട്ട് അവൻ ഉപയോഗിക്കുക. ഞാൻ അങ്ങനെ മനസ്സിലായേ. പക്ഷെ പെൺകുട്ടിയോ, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തില്ലേ, ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇതിങ്ങനെ പുറകെ നടന്ന് ഇത് കേസ് നടത്താൻ കഴിയാതെ ഇനി ആ കേസ് നടത്തുന്നതിൻ്റെ ഭാഗമായി സൊസൈറ്റിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാനസികമായും ശാരീരികമായും പേഴ്സണൽ എന്ന രീതിയിലും ഉണ്ടാകുന്ന അപമാനങ്ങൾ പേടിച്ചിട്ട് പരാതി കൊടുക്കില്ല പെൺകുട്ടികൾ. അപ്പം ഇപ്പം എന്താ കിട്ടിയത്, ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചു സർക്കാർ. അപ്പം അതിൽ സർക്കാർ ചെയ്ത ഒരു തെറ്റ് എന്ന് പറയുന്നത് ഇതൊരു വിപ്ലവം തന്നെയാണ്. വിപ്ലവം എന്ന് വെച്ചൊരു മാറ്റമാണ് അല്ലേ. നമ്മൾ കാർഷിക ബന്ധ ബില്ല് വന്നു ഈ 1957 ഭൂപരിഷ്കരണ നിയമം. കേരളത്തിൻ്റെ ഈ പറയുന്ന ഇന്നത്തെ ഈ സാമൂഹ്യ അവസ്ഥ ഉണ്ടല്ലോ, നമുക്ക് വിദ്യാഭ്യാസം എല്ലാ വിഭാഗം ആളുകൾക്കും ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ എല്ലാവർക്കും സ്ത്രീകൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് ആ ഭൂപരിഷ്കരണ ബില്ലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബില്ലുമാണ്. രണ്ട് ബില്ലുകൾ സ്ത്രീകൾക്കും എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും വിദ്യാഭ്യാസത്തിനും എല്ലാവർക്കും 10 സെന്റെങ്കിലും സ്വന്തമായി ഉണ്ടാകുന്ന ഒരു ഓണർഷിപ്പും വരികയാണ്. അതാണ് നമ്മളുടെ കേരള സമൂഹത്തിന് മറ്റെല്ലാ സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമാക്കി ഇപ്പം എല്ലാവരും നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് ആ സ്ത്രീകളെ സംബന്ധിച്ചും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യം അവർക്കുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഈ വിക്ടിംസിൻ്റെ പേഴ്സൺസിനെ പുറത്തു പറയാതെ തന്നെ ആ പേടി കൊണ്ടാണ് സൊസൈറ്റി നമ്മളെ ഒറ്റപ്പെടുത്തും എന്ന് പറയുന്ന പേടി കൊണ്ട് ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ പോയി പറയാനായിട്ട് പറഞ്ഞു. സർക്കാർ അതിൽ ചെയ്തൊരു കാര്യം എന്താ, ഇതിനെ ഒരു കമ്മിറ്റി ആക്കി വെച്ചു. കമ്മിറ്റി ആക്കി വെച്ചപ്പോൾ ഇതാരും ശ്രദ്ധിക്കണില്ല. ഇപ്പം ഇത് പുറത്തു വരുമ്പോഴാണ് ഇത് കമ്മീഷനല്ല കമ്മിറ്റിയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യണത് അല്ലേ. അപ്പോൾ കമ്മീഷൻ എന്താ, കമ്മീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലീഗൽ ബോഡി, അത് നിയമസഭയിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് വയ്ക്കണം. അപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യും. പക്ഷേ കമ്മിറ്റി ആണെങ്കിൽ എന്താ, എത്രയോ സ്റ്റഡി റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ പറയുകയോ പറയാതിരിക്കുകയോ ഒക്കെ ചെയ്യാം സർക്കാരിന്. അതിലൊരു തെറ്റ് സർക്കാർ ചെയ്തു. പക്ഷെ ആ തെറ്റ് നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോഴും ഈ കമ്മിറ്റി വെക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതിന് ഒരു പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. സിനിമാ മേഖലയിൽ നേരത്തെ ആര് പറഞ്ഞു, ഉപഭോഗ വസ്തു തന്നെയാണ്, ചരക്കാണ് സ്ത്രീകൾ. ഇപ്പോഴും നമ്മൾ ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായി, ഈ ആളുകൾ ഈക്വലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ജനാധിപത്യവൽക്കരണം നടന്നു, ഭരണഘടനാപരമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈക്വാലിറ്റി ഉള്ളൊരു സൊസൈറ്റിയാണ്. അവിടെ സിനിമയിൽ വെറും ഒരു ചരക്കാണ്. ആ ചരക്കിൽ പ്രധാനമായി നിൽക്കുന്നത് ഫ്യൂഡൽ ഈ പുരുഷാധിപത്യ രീതികളാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഈ കാണുന്ന സൂപ്പർ നായകന്മാരായിട്ട് നിൽക്കുന്ന ആളുകൾ ആരും തന്നെ ഇതിനെ ഒരു ഈക്വലായിട്ട് കാണുന്ന ഒരു സംവിധാനത്തിലല്ല പോകുന്നത്. പിന്നെ ഉള്ളത് പണമാണ്. അവിടെ ഒഴുകുന്നത് കോടികളാണ്. നേരത്തെ ലക്ഷങ്ങൾ, ഇന്നിപ്പോൾ കോടികളായിരിക്കും. അപ്പോൾ ഈ നിങ്ങൾക്കറിയുമെന്നറിയില്ല, കോർപ്പറേറ്റുകളുടെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കുന്ന, അവരുടെ തന്നെ മയക്കുമരുന്ന് വിൽക്കുന്ന ഒരു സെൻ്ററായിട്ട് അത് മാറുകയാണ്. അവിടെയാണ് സ്ത്രീയും ഒരു ചരക്കാവുന്നത്. ഞാനൊക്കെ എപ്പോഴും എതിർക്കുന്ന, നിങ്ങൾ ശ്രദ്ധിക്കണ്ടോയെന്നറിയില്ല, ആഗോളവൽക്കരണ നയങ്ങളെന്നൊക്കെ പറയാം. ഞാൻ നേരത്തെ പറയാം, 91 മുതൽ ഞാൻ പറയാം എന്താ അതിൻ്റെ ഈ ടൂറിസ വ്യവസായം എന്ന് പറയുന്നത് മദ്യം, മയക്കുമരുന്ന്, സ്ത്രീ, ഇത് മൂന്നില്ലാതെ വ്യവസായമില്ല. അതുമൂലം ഒരു സൊസൈറ്റികൾ പൂർണ്ണമായും തകർന്നു പോയ, പൂർണ്ണമായും എയ്ഡ്സ് ബാധിതരായിട്ടുള്ള രാജ്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ മറ്റു വ്യവസായങ്ങളൊക്കെ തകർന്നു. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം എന്ന രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെടുന്ന ടൂറിസം. നേരത്തെ അത് മുതലാളിത്തത്തിൻ്റെ ഒരു വളർച്ചയുടെ ഒരു കാലഘട്ടത്തിൽ ആദ്യം ഒരു 70കളിൽ 80കളിലൊക്കെ ഉൽപ്പാദന മേഖലയിലാണ് വളർച്ച, വ്യവസായങ്ങൾ വരും. ഇന്ന് വ്യവസായങ്ങൾ ആരും വേറെ രീതിയിൽ തുടങ്ങില്ല, എല്ലാവരും സർവീസ് ഓറിയൻറ്റഡ് വ്യവസായങ്ങളാണ്. ആ സർവീസ് ഓറിയൻറ്റഡ് വ്യവസായത്തിൽ റിസപ്ഷനിസ്റ്റുകളായിട്ടും ഇത്തരത്തിലുള്ള തൊഴിലുകളിലേക്ക് പോകുന്നതുമാണ് സ്ത്രീകളായി മാറുന്നത്. ഹോസ്പിറ്റലായി അവിടെയാണ് സ്ത്രീകൾക്ക് തൊഴിൽ വരുന്നത്.
മനസ്സിലായ? ആ തൊഴിലിൽ പ്രധാന ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ വിദ്യാഭ്യാസമല്ല, പേഴ്സണാലിറ്റി അല്ല, അവിടെ അവളുടെ ശരീരം മാത്രമാണ്. സിനിമയും അത് തന്നെയാണ്. സിനിമയിൽ ബുദ്ധിക്ക് എന്ത് കാര്യമിരിക്കുന്നത്? അഭിനയമാണ്. അവിടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പ്രധാനം. അല്ലാത്ത സിനിമകളുണ്ടാവും, മാഡം പറഞ്ഞ പോലെ ഫിലിം സൊസൈറ്റികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ സിനിമകൾ അതാരും കാണുന്നില്ല. അതിന് അവാർഡുകൾ മാത്രമാണ് കിട്ടുന്നത്, കമേഴ്സ്യൽ വാല്യൂ ഇല്ലാത്തതാണ്. അപ്പോൾ അവിടെ സ്ത്രീകൾ കൃത്യമായും ഒരു ചരക്കായി മാറി അവിടെ നിലനിൽക്കുന്ന പുരുഷാധിപത്യം സ്ത്രീകൾ നന്നായി യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇപ്പോഴത്തെ ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ ആയതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് സ്ത്രീക്കും പരാതി കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു പരാതിയോ ഒരു ഹേമ കമ്മിറ്റിയോ ഒന്നും നിലവിൽ ഇപ്പൊ നടപ്പിൽ വരില്ല എന്നുള്ള കാര്യം സത്യമാണ്. അപ്പൊ ഈ ഒരു സർക്കാർ നിലവിൽ ഇരിക്കുമ്പോൾ തന്നെ ഇനിയും നമുക്ക് കുറച്ചും കൂടി സ്ത്രീകൾക്ക് കുറച്ചുകൂടി ധൈര്യമായി കുറച്ചുകൂടി നമ്മൾക്ക് നേരെയുള്ള ചൂഷണത്തെ ചോദ്യം ചെയ്യാൻ ഉള്ള ഒരു തൻ്റെടവും ഒരു ആത്മവിശ്വാസവും ലഭിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഇനി മുന്നോട്ടുള്ള സ്ത്രീ ഇത് തന്നെ നിലനിൽക്കണോ, അതോ ഇതിൽ ഈ മേഖലയിൽ നിന്ന് എന്തായാലും ഈ പറഞ്ഞ പോലെ AMMA എന്നുള്ള വലിയൊരു സംഘടനയെ തകർക്കാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു അഭിമാനമാണ്, ആത്മവിശ്വാസം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും ലഭിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായം ഓരോരുത്തർക്ക്. ശരിക്കും പറഞ്ഞാൽ ആദ്യം വേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മിനി മാഡം സൂചിപ്പിച്ചതുപോലെ ഒരു സ്ത്രീ ലൈംഗിക അതിക്രമത്തിന് ഇരയാകുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ, അതിനുശേഷം ജീവിതകാലം മുഴുവൻ അവൾ പേറുന്ന അപമാനവും അല്ലെങ്കിൽ മനോഭാരവും നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ഉയർന്നു വരുന്ന ചോദ്യം, ഇത്രയും വർഷം ഇവൾ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമാണ്. ഒരു കാര്യം പറഞ്ഞാൽ, അതായത് ഒരു അതിക്രമം നേരിട്ട് കഴിയുമ്പോൾ പല രീതിയിലാണ് മാനസികമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് സംസാരശേഷി പോലും നഷ്ടപ്പെടും, അവര് വലിയൊരു ഞെട്ടലിലായിരിക്കും അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥയിലായിരിക്കും. അത് തന്നെയല്ല, അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള പ്രതികരിക്കാനുള്ള ശേഷി അങ്ങ് നഷ്ടപ്പെടും. ചിലർക്ക് ആത്മഹത്യയുടെ റിസ്ക് കൂടും, ഉറക്കമില്ലായ്മയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാതെയും ഫംഗ്ഷനിങ് ലെവൽ 0 ആയി മാറുകയും ചിലപ്പോൾ ഒരു മൂലയിൽ ഒതുങ്ങുന്ന ഒരു രീതിയായി പോകും. ചിലപ്പോൾ അക്രമസക്തമാവും. ഇതിന്റെ നേരെ വിപരീതമായിട്ട് അമിതമായിട്ട് പ്രകോപിതരായി പെരുമാറുന്ന സ്ത്രീകളുമുണ്ട്. അത് തന്നെയല്ല, ഇത്തിരി കഴിയുമ്പോൾ അവർ തന്നെ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു കോപ്പിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഡിഫൻസ് മെക്കാനിസം കണ്ടുപിടിക്കും. കാരണം ജീവിച്ച് മുന്നോട്ട് പോകണമല്ലോ. കാരണം ആത്മഹത്യ എന്നുള്ളത് ഒരു പരിഹാരമല്ലല്ലോ. തൽഫലമായിട്ട് മിനിമൈസേഷൻ അല്ലെങ്കിൽ സപ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പിംഗ് സ്കിൽസ് ഉണ്ട്. അതായത് ഇതിനെ ലഘൂകരിച്ച് കാണാനായിട്ട് സ്വയം തീരുമാനിക്കും, സാരമില്ല, ഇറ്റ്സ് ഓക്കെ, അല്ലെങ്കിൽ ഇത് വലിയ സംഭവമൊന്നുമല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ച് പാകപ്പെടുത്തി എടുക്കുന്ന ഒരു മാനസികാവസ്ഥ. അല്ലെങ്കിൽ സപ്രസ് ചെയ്യുക, ഉള്ളത് മുഴുവനും ഒതുക്കി അല്ലെങ്കിൽ അത് പുറത്തോട്ട് വരാതെ അതിനെ ബൈ ഫോഴ്സ് നിർബന്ധിതമായിട്ട് അതിനെ ഒതുക്കി കൊണ്ടുപോകുന്ന ഒരു മാനസികാവസ്ഥ. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ തുറന്നു പറയത്തില്ല. അത് മാത്രമല്ല, അവർക്കൊരു മാനസികമായിട്ടുള്ള ഒരു ഭീതിയാണ്. തുറന്നു പറഞ്ഞാൽ ഒറ്റപ്പെടും, കുടുംബപ്പേര് നഷ്ടപ്പെടും. ഞാനത് ബ്രാക്കറ്റിൽ ഇൻവേർട്ടഡ് കോമയിൽ പറയുന്നു. കുടുംബപ്പേര് നഷ്ടപ്പെടുന്ന ഒരു പേടി, കൂട്ടുകാർ ഒറ്റപ്പെടുത്തുമെന്നുള്ള പേടി, സമൂഹത്തിൽ താൻ മോശക്കാരിയായെന്ന് ചിത്രീകരിച്ചു, തനിക്കിനിയും മറ്റൊരു വിവാഹ ജീവിതം സാധ്യമാണോ, മറ്റൊരു റിലേഷൻഷിപ്പ് സാധ്യമാണോ, ഇത്തരം ഒക്കെ ഉള്ള ഒരു ചിന്ത. അത് തന്നെയല്ല, നമ്മൾ തൊഴിലിടങ്ങളിൽ നമ്മൾ ഒറ്റപ്പെടുന്നു. അത് തന്നെയല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. ഒരു സ്ത്രീ ഏതെങ്കിലും ഒരു തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയായാൽ പിന്നെ ആർക്കും അവരുടെ ശരീരത്തിൽ മെക്കിട്ട് കയറാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ ആർക്കും ലൈസൻസ് എന്നുള്ള നിലയിൽ വരെ കാണുന്ന അധപതിച്ച രീതിയിൽ ചിന്താഗതിയുള്ള സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. ഈ കാഴ്ചപ്പാടിൽ നിന്ന് എങ്ങനെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും? അതാണ് ആദ്യമായിട്ട് ബോധവൽക്കരണം. എങ്ങനെ ഈ ഒരു സ്ത്രീ അണ്ടർഗോ ചെയ്യുന്ന ട്രോമ എന്തൊക്കെയാണ്, അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ മനുഷ്യൻ അല്ലെങ്കിൽ സമൂഹം പാകപ്പെടുത്തിയെടുക്കണം. രണ്ടാമത്തെ കാര്യം, ആരെങ്കിലും ഒരാള് ഇത്തരം അതിക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സേഫ് ആയിട്ട് പരാതി പറയാനുള്ള ഒരു ഇടം ഒരുക്കി കൊടുക്കണം. പലപ്പോഴും തുറന്നു പറയാനൊരു വേദിയില്ല. ഇപ്പം സെക്സ് ഹരാസ്മെന്റ് കമ്മിറ്റിയൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ അത് ആക്റ്റീവ് അല്ല. അപ്പൊ അതൊക്കെ ഗവൺമെന്റിന്റെ തന്നെ ഒരു നിയന്ത്രണത്തിൽ അതൊക്കെ ആക്റ്റീവ് ആക്കണം. അത്തരം കമ്മിറ്റി വെറുതെ ഒരു നാമമാത്ര പ്രസക്തമാക്കി തീർക്കാതെ അത് സ്ത്രീകൾക്ക് വന്ന് പറയാനും അവർക്ക് ഏത് രീതിയിലാണോ സപ്പോർട്ട് വേണ്ടത് ആ രീതിയിൽ സപ്പോർട്ട് കൊടുക്കാനും ഉള്ള ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിലുണ്ട്.
ഇത്തരത്തിൽ മാറ്റിയെടുത്താലേ പറ്റത്തുള്ളൂ. മൂന്നാമത്, നമ്മൾ വളർന്നു വരുന്ന മക്കളെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചെടുക്കണം. ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ സ്ത്രീ പുരുഷനായിട്ട് ഉണ്ടാക്കിയെടുത്ത, പുരുഷന്റെ സന്തോഷത്തിന് ഉണ്ടാക്കിയെടുത്ത ഒരു സൃഷ്ടിയല്ല, സമസൃഷ്ടിയാണ് സ്ത്രീയും പുരുഷനും എന്നുള്ള ഒരു ബേസിക് കാഴ്ചപ്പാട് നമ്മുടെ ചെറിയ മക്കളെ പഠിപ്പിച്ചെടുക്കണം. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചെടുക്കണം. അവളുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ തൊടുവാൻ ആർക്കും അവകാശമില്ല എന്നുള്ളൊരു ഒരു ഏറ്റവും ബേസിക് കൺസെപ്റ്റ് നമ്മുടെ ആൺകുട്ടികളെ പഠിപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഈ ചർച്ച വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ട്. അപ്പൊ അവരിപ്പോ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും അല്ല, നിങ്ങൾ ഈ പറയുന്ന ഒന്നുമല്ല, എപ്പോഴും സ്ത്രീകൾ നമ്മൾ ഫേവർ ചെയ്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്ന ഇതില് ക്രൂരരായ സ്ത്രീകളും ഇല്ലേ, അപ്പൊ ആ സ്ത്രീകളെ എന്തുകൊണ്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യാത്തത് എന്ന് പലപ്പോഴും പുരുഷന്മാരും പറയുന്നുണ്ട്. ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ, ഇപ്പം ഒരു കാര്യം ഡോക്ടർ പറഞ്ഞ പ്രധാന കണ്ടന്റിൽ എനിക്ക് തോന്നിയൊരു കാര്യം, സ്ത്രീകള് ഇനി ഇത് കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകളുണ്ട്. അപ്പൊ ഇനി ഇത് കുഴപ്പമില്ല എന്ന് പറയുന്നത് കാരണം ആ മെന്റൽ അവരെ ഹോണ്ട് ചെയ്തിട്ട്, അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ മെന്റൽ ട്രോമയിലൂടെ ഇവർ കടന്നു പോയി കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇനി ഇത് കുഴപ്പമില്ല, ഇനി ഇത് ഒരു വട്ടം സംഭവിച്ചു, ഇനി ഇത് കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് ഇനി ഒന്നും സംഭവിക്കാനില്ല, ഓൾറെഡി എനിക്ക് ചീത്തപ്പേര് വന്ന് കഴിഞ്ഞു, അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഇനി ഒന്നെങ്കിൽ എനിക്കൊരു ഇനിയും തിരിച്ച് ആരോടെങ്കിലും ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇനിയും വന്നോട്ടെ, ഇതെനിക്ക് യൂസ് ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുന്ന സ്ത്രീകൾ ചിലപ്പോൾ ഒരു പക്ഷെ എത്തിപ്പെടുന്നത് ചിലപ്പോൾ നിഷ്കളങ്കരായ ചില പുരുഷന്മാരുടെ മുന്നിലാവാനും സാധ്യതയുണ്ട്. അപ്പൊ അതിന് വിക്റ്റിമായി പുരുഷന്മാർ പിൽക്കാലത്ത് ഈ സ്ത്രീകളെ, ഞാൻ പലപ്പോഴും എന്നോട് എൻ്റെ ആൺ സുഹൃത്തുക്കൾ പറയും, അവൾ എന്നെ ചതിച്ചു, അവൾ എന്നെ തേച്ചു എന്നൊക്കെ പറയുമ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനു മുന്നേ അവളെ എത്ര പേര് തേച്ചിട്ടുണ്ടെന്ന് നീ ചോദിച്ചായിരുന്നു എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന എപ്പോഴെങ്കിലും ഈ സ്ത്രീകൾക്ക് ഈ ഒരു ബാല്യകാലത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും പുരുഷനിൽ നിന്ന് ഒരു തിക്താനുഭവം ഉണ്ടാകാത്ത ഒരു സ്ത്രീ പോലും ഒരു 90% മറ്റൊരു പുരുഷനെ മനഃപൂർവ്വം വഞ്ചിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. 90%. കാരണം അവളുടെ ഉള്ളിൽ ഒരു അമ്മയുണ്ട്, ഒരു ആർദ്രതയുണ്ട്, ആ ഒരു ഫിസിക്കൽ ബോഡി തന്നെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു പരിധി വരെ കേട്ടോ. പിന്നെ ക്രിമിനൽ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അഡ്വക്കേറ്റിന് കുറച്ചുകൂടെ അതിനെപ്പറ്റി പറയാൻ പറ്റും. എന്നാൽ പോലും ഇങ്ങനൊരു സംഭവം ഇതിനകത്തുണ്ട്. അപ്പൊ ഈ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വീടുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് ഈ ഒരു ബോധവൽക്കരണം തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതാണ് വേണ്ടത്. നമ്മൾ ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് വരെയാണ്. നമ്മൾ ഇന്നും എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടറിയാം നമ്മുടെ പല ചർച്ചകളിലും ഇതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളൊരു നമ്മുടെ വ്യാമോഹം മാത്രമാണ്. അതെന്തായാലും സമൂഹത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതിന്റെ റേഷ്യോ കുറയ്ക്കാനോ അതുപോലെയുള്ള ഇത്തരം ഭീകരമായ അവസ്ഥകൾ മാറ്റാനും നമുക്ക് എത്രത്തോളം എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഭീഷണി അതായത് എന്താ പറയാ, സമ്മതമില്ലാതെ ബലപ്രയോഗത്തിലൂടെ ബലാത്സംഗം എന്ന് തന്നെ ആ പേര് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിപ്പോ വീടുകളിലും പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആയി തന്നെ ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ പോലും പലപ്പോഴും ആ ഒരു പ്രവണതയിലേക്ക് മാറുന്ന പല കേസുകളും നമ്മളടുത്ത് എത്തുകയും നമ്മളതിന് എന്ത് പറയണം. കാരണം അവിടെയൊക്കെയാണ് നമ്മൾ ബുദ്ധിമുട്ടി പോകുന്ന ഒരു വലിയ പ്രശ്നം വരുന്നത്. ജീവിതത്തിൽ ഒരു ഭാര്യയും ഭർത്താവുമാണ് പറയുന്നത് ഇങ്ങനെ, നമ്മളത് എങ്ങനെ കറക്റ്റ് ചെയ്യണം, എവിടെ കറക്റ്റ് ചെയ്യണം എന്ന് അറിയാത്ത വല്ലാത്തൊരു അവസ്ഥയും നമുക്ക് ഫേസ് ചെയ്യേണ്ടത് വന്നിട്ടുണ്ട്. ആകെ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. കുട്ടികളെ നോ പെൺപിള്ളേരുടെ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നോ പറയാൻ നിർബന്ധമായും പഠിപ്പിക്കുക. ആൺകുട്ടികളെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിച്ച് ഒരു പുതിയ തലമുറയെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത്. പിന്നെ ലഹരി ഉപയോഗത്തിന്റെ ആ ഒരു ഭീകരത സമൂഹത്തിൽ വളരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഗവൺമെന്റും കുറെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഗവൺമെന്റിനും പറ്റില്ല. എന്നാൽ എല്ലാവരും ഇപ്പം ഓരോ വ്യക്തിയും അതിന് എഗെയിൻസ്റ്റ് സ്വന്തം വീടുകളിൽ നിന്നും സ്വന്തം സമൂഹത്തിൽ നിന്നും സ്വന്തം ചുറ്റുപാടുകളിൽ നിന്നും പ്രവർത്തിച്ചു തുടങ്ങിയ മാത്രം മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്നാണ് തോന്നുന്നത്. ഒരു ആളുടെ പേഴ്സണൽ സ്പേസ് എന്താണ്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്പേസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പം എല്ലാ ഫീൽഡിലാണെങ്കിലും പലർക്കും കൺസെൻറ്റ് എന്താണെന്ന് അറിയത്തില്ല.
ഒരുപാട് അവയർനെസ്സിൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. സെക്ഷുവാലിറ്റി, ജെൻഡർ ഇത് മൂന്നും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും അറിയില്ല ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കൊടുക്കുക. അതുപോലെ തന്നെ ക്യൂർ പേഴ്സൺസ് അല്ലെങ്കിൽ LGBTQA+, അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ഒരു വ്യക്തി അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ടെന്നും അവരുടെ സ്വകാര്യതയിൽ നമ്മൾ കടന്നാക്രമിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ എല്ലാവരെയും, എല്ലാ ജെൻഡറിനെയും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതല്ലാത്തൊരു സമൂഹത്തിൽ ഇതൊക്കെ സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഒരാളുടെ വ്യക്തിത്വത്തിലേക്ക് ഇടിച്ചു കയറി അവരുടെ സ്വകാര്യതയിലേക്കും കടന്നു കയറി ചിന്തിക്കാൻ പറ്റുന്നില്ല. അത് ഏൽക്കുന്ന ആൾക്കുണ്ടാക്കാവുന്ന മാനസികാഘാതം എത്രത്തോളമാണെന്ന്. ജീവിതകാലം മുഴുവൻ അത് അവരുടെ വേട്ടയാടും. നമ്മളൊക്കെ ഇപ്പം കുഞ്ഞിലെ ഒക്കെ അനുഭവിച്ച ഈ സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അവരുടെ പേരും അല്ലെങ്കിൽ അവരുടെ മുഖവും ആ അനുഭവമൊന്നും ഒരിക്കലും മറക്കത്തില്ല നമ്മൾ. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് വീട്ടിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഏത് സ്പേസിലുള്ളതാണെങ്കിലും. അപ്പോൾ ആ ഒരാളുടെ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വ്യക്തിത്വത്തെ മാനിക്കാൻ, സ്ത്രീയുടെ വ്യക്തിത്വത്തെ മാനിക്കാനായിട്ട് ഒരു സമൂഹം തയ്യാറാവണം. സ്കൂളുകളിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നൊരു കാര്യത്തെക്കുറിച്ച് നിരന്തരം ആവർത്തിക്കുന്നതല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതുവരേക്കും. ഈ സെക്സ് എന്ന വാക്ക് വേറെന്തോ ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ അതൊന്നുമല്ല. സ്ത്രീയും പുരുഷനും പരസ്പരം കുട്ടികൾ തമ്മിൽ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ ശരീരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയാണ് മുമ്പിലേക്ക് പോവുക എന്നുള്ളതാണ് സത്യത്തിൽ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു തുടക്കം പോലും നമുക്കിടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. നിരന്തരം ആവശ്യപ്പെട്ടിട്ട് ഇതൊന്നും നടന്നിട്ടില്ല. പിന്നെ കേരളത്തിൻ്റെ ഈ പറഞ്ഞ പോലെ കേരളം വളരെ ഇതൊക്കെയാണ്, ഇടതുപക്ഷ ഗവൺമെൻറ്റും ഒക്കെ വളരെ ഇതിൽ മുമ്പോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ എടുത്ത് നോക്കിയാൽ അറിയാം, ഗവൺമെൻറ് പെട്ടെന്ന് ഓരോരോ നടപടികളിലേക്ക് നീങ്ങുന്നതിന് പകരം അവർ അത് താമസിപ്പിക്കുകയാണ്. അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഞാൻ ഓരോന്ന് പറയുന്നില്ല, കാരണം നമുക്കത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്. പക്ഷേ ആ വരുത്തുന്ന കാലതാമസം മനുഷ്യരിൽ എല്ലാവരിലും ഒരു ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് ഈ സ്ത്രീകളെല്ലാം പോക്കായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗവൺമെൻറ് ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഹേമ കമ്മിറ്റി പൂഴ്ത്തി വെച്ചതല്ലേ, പൂഴ്ത്തി വെച്ചിട്ടാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നത്. വിവരാവകാശ കമ്മീഷൻ വഴിയാണ് അത് പുറത്തു വന്നത്. അപ്പോൾ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലുമല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അവൈലബിൾ ഭാഗം. അപ്പോൾ അതിൽ 2 പ്രശ്നമുണ്ട്. ഒന്ന്, അത്തരമൊരു സ്റ്റഡി കിട്ടേണ്ട സാധനങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇനി ഉണ്ടാകാതിരിക്കാനുള്ള, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കണം. നിയമനിർമ്മാണമാണ് പ്രധാനം. ഒരു നിയമമുണ്ടെങ്കിൽ കുട്ടികൾക്ക് ധൈര്യവും ആ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്ക് ധൈര്യം ഉണ്ടാവും. അവിടെ ചർച്ച ചെയ്തത് സെക്ഷൽ ഹരാസ്മെൻറ്റ് മാത്രമല്ല, ഈ ജോലി സ്ഥലത്ത് നേരിടുന്ന ഒരു 30ഓളം മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് സിനിമ മേഖലയിലുണ്ട്, അല്ലെങ്കിൽ സീരിയൽ മേഖലയിലുണ്ട്. നടനം മാത്രമല്ല, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്, കഥ എഴുതുന്ന ആളുകളുണ്ട്, പാട്ടുപാടുന്ന ആളുകളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള ഒരു ക്രൂ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ ഇതേ ക്യാമറയ്ക്ക് പുറകിലിരിക്കുന്ന ആളുകൾ, ഇവർക്ക് കിട്ടേണ്ട മിനിമം വേതനം, നമ്മൾ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് പോലും പറയണില്ല, മിനിമം വേതനം, പ്രാഥമികമായ സൗകര്യങ്ങൾ, ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങൾ, ഭക്ഷണം. ഇപ്പോൾ ചില സെറ്റുകളിൽ ചില ആളുകളൊക്കെ പറഞ്ഞിട്ട് 1000കണക്കിന് ആളുകൾ വരുന്നു, നമ്മൾക്ക് ഇവർക്ക് എല്ലാവർക്കും ഭക്ഷണം, 1000കണക്കിന് ആളുകൾ വിളിക്കുമ്പോൾ 1000കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം അല്ലേ? അവിടെ അവർക്ക് മിനിമം കൊടുക്കാമെന്ന് ഏറ്റിരിക്കുന്ന കൂലി കൊടുക്കണം. അപ്പം ഇത്തരം കാര്യങ്ങൾക്കും എങ്ങനെയാണ് ഹേമ കമ്മിറ്റിയിലെ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് വേണ്ടത്. അതുവഴി ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ കൂടി അതിൽ അഡ്രസ്സ് ചെയ്യുകയും അതിന് പർട്ടിക്കുലറായിട്ടുള്ള ഇപ്പോൾ ഹേമ കമ്മിറ്റി എന്ന് നിർദ്ദേശിച്ച പോലെ ട്രിബ്യൂണൽ അടിയന്തരമായി സ്ഥാപിക്കുകയും ചെയ്യണം. എല്ലാ മേഖലയിലും സ്ത്രീകൾ നേരിടുന്ന പീഡനത്തെക്കുറിച്ചും സ്ത്രീകളോട് കാണിക്കുന്ന അതിക്രമത്തെക്കുറിച്ചും ഒക്കെ നമ്മളിവിടെ ചർച്ച ചെയ്തു. മലയാള സിനിമയിൽ, നമ്മുടെ ഇന്നത്തെ വിഷയം മലയാള സിനിമയിൽ സ്ത്രീകളുടെ ശുദ്ധികലശം എന്നതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. അത് വളരെ ഭംഗിയായി തന്നെ എല്ലാവരും അവരവരുടെ ആശയങ്ങൾ ഇവിടെ പ്രതിഫലിപ്പിക്കുകയുണ്ടായി.
ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.